ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സിമി ടീച്ചർ. എല്ലാവർക്കും സുഖമാണല്ലോ. +1 എക്സാം കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടെന്നറിയാം. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമുക്ക് +2 പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാം. ബയോളജിയെ സംബന്ധിച്ച് ആകെ 16 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ 8 ചാപ്റ്റർ ബോട്ടണിയും 8 ചാപ്റ്റർ സുവോളജിയുമാണ്. ബോട്ടണിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന പാഠമാണ് ഇന്നിവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓരോ ചെറിയ ചെറിയ ടോപ്പിക്സായി നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓരോന്നിനും ആവശ്യമുള്ള വിശദീകരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് എഴുതിയെടുക്കുക. അതല്ല പ്രത്യേകം നോട്ടായിട്ട് വേണമെങ്കിൽ അത് നമുക്ക് അങ്ങനെ തയ്യാറാക്കി എടുക്കാം. പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം തീർച്ചയായിട്ടും ചോദിക്കണം. ഇതിലിപ്പോൾ ആദ്യമായി നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക്ക് റീപ്രൊഡക്ഷൻ എന്ന ഭാഗത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അത് ഓരോ സ്ലൈഡുകളായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോന്നിനും ആവശ്യമായ പിക്ചറുകളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള എക്സ്പ്ലനേഷൻ ഓരോന്നിലും കൊടുക്കുന്നതുമാണ്. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത്. നമുക്ക് തുടങ്ങാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. റീപ്രൊഡക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. പ്രത്യുൽപാദനം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത് ഓരോ ജീവിയിൽ നിന്നും അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷന് ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: റീപ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ഗീവ്സ് റൈസ് ടു യങ് വൺസ് ഓർ ഓഫ്സ്പ്രിംഗ് സിമിലർ ടു ഇറ്റ്സെൽഫ്. റീപ്രൊഡക്ഷനെ രണ്ടായി തരംതിരിക്കാം: അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും. അതായത് അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെയും സെക്ഷൽ റീപ്രൊഡക്ഷന്റെയും ചില സവിശേഷതകളും അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുമാണ്. ആദ്യമായി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഒരു സിംഗിൾ പേരന്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ജനറ്റിക്കലിയും ഫിസിക്കലി അതിൻ്റെ പേരൻസിനോട് സാമ്യത പുലർത്തുന്നവയായിരിക്കും. അതായത് അതിൻ്റെ ജനിതകപരമായ സാമ്യതകളും അതിൻ്റെ രൂപം, അതാണ് ഫിസിക്കലി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് അതിൻ്റെ പേരൻസിനോട് വളരെയധികം സാമ്യത പുലർത്തുന്നതിന് പേരൻസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും കുഞ്ഞുങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കുഞ്ഞുങ്ങളെ നമുക്ക് ക്ലോൺ എന്ന വാക്കുപയോഗിച്ച് സൂചിപ്പിക്കാം. അതുമാത്രമല്ല അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റുകളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഫ്യൂഷനും സംഭവിക്കുന്നില്ല. അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 പേരൻസ് ഇൻവോൾവ് ചെയ്യുന്നതാണ്. മാത്രമല്ല മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും തമ്മിലുള്ള ഫ്യൂഷനും ഇതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എക്സാക്റ്റ്ലി അതിൻ്റെ പേരൻസിനോട് സാമ്യത പുലർത്തുന്നവയല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലോൺ എന്ന വാക്കുപയോഗിച്ച് സൂചിപ്പിക്കാനും കഴിയില്ല. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ, offspring is produced by a single parent. The new individuals produced are genetically and physically identical to each other. They are the clones of their parent. This process does not involve any kind of gamete fusion. Sexual reproduction, 2 parents, that means opposite sex, involved in the reproductive process, involve fusion of male and female gametes. They are not clones. അടുത്തത് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതൊരു ഫ്ലോ ചാർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. പ്രധാനമായിട്ടും 6 ടൈപ്സ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഫിഷൻ, ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിംഗ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ,
റീജനറേഷൻ, സ്പോർ ഫോർമേഷൻ. ഒന്നുകൂടി, ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ: ഫിഷൻ, ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിംഗ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, റീജനറേഷൻ, സ്പോർ ഫോർമേഷൻ. അടുത്തതായി ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ ഫിഷൻ എന്ന ടൈപ്പാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ഫിഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വിഭജിക്കുക എന്നുള്ളതാണ്. ഫിഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്: ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ പേരന്റ് സെല്ല് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം അമീബ, യൂഗ്ലീന തുടങ്ങിയവയാണ്. ഇത് രണ്ടും മാത്രമല്ല, പാരമീസിയം പോലുള്ള ജീവികളൊക്കെ ബൈനറി ഫിഷൻ നടത്തുന്ന ജീവികളാണ്. അടുത്തത് മൾട്ടിപ്പിൾ ഫിഷൻ. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത് പേരന്റ് സെൽ രണ്ടിൽ കൂടുതൽ വിഭജിച്ച് മാറുന്നതിനെയാണ്. അതായത് ഒരു പേരന്റിൽ നിന്നും രണ്ടിലധികം കുഞ്ഞുങ്ങൾ, അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ മൾട്ടിപ്പിൾ ഫിഷന്റെ ഫലമായിട്ടുണ്ടാകുന്നുണ്ട്. അതിന് പ്ലാസ്മോഡിയമാണ് എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫിഷൻ ആണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ടേം ഫിഷൻ മീൻസ് ടു ഡിവൈഡ്. ഫിഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്: ബൈനറി ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. During binary fission, the parent cell divides into two cells, example amoeba, euglena, etc. Multiple fission is the division of parent cell into many individuals, example plasmodium. അടുത്തത് അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഫ്രാഗ്മെന്റേഷനും റീജനറേഷനുമാണ്. ആദ്യമായി ഫ്രാഗ്മെന്റേഷൻ, അതായത് പേരന്റ് ബോഡി ഒന്നിലധികം ഫ്രാഗ്മെന്റ്സുകളായി, കഷ്ണങ്ങളായി ഡിവൈഡ് ചെയ്യുകയും ഓരോ ഫ്രാഗ്മെന്റും പുതിയ ജീവിയായി മാറുകയും ചെയ്യുന്നു. എക്സാമ്പിൾ ഹൈഡ്ര, പ്ലനേറിയ തുടങ്ങിയ ജീവികളാണ്. റീജനറേഷൻ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ശരീരഭാഗങ്ങൾ വീണ്ടും വളർന്ന്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഭാഗം വീണ്ടും ഉണ്ടായി അത് പുതിയ ജീവിയായി മാറുന്നതിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്ലനേറിയ, ഹൈഡ്ര. അതായത് ഫ്രാഗ്മെന്റേഷന്റെയും റീജനറേഷന്റെയും എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, രണ്ടിനും എക്സാമ്പിൾ ഒരേ ജീവികളെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി, ഫ്രാഗ്മെന്റേഷൻ ഈസ് അനദർ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സിബിറ്റഡ് ബൈ ഓർഗാനിസംസ്. എക്സാമ്പിൾ ഹൈഡ്ര, പ്ലനേറിയ, എക്സെട്ര. The parent body divides into several fragments and each fragment develops into a new organism. Regeneration is the power of growing a new organism from the lost body part. Example planaria, hydra, etc. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ തന്നെ ബഡ്ഡിങ്ങും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുമാണ്. ആദ്യമായി ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ പേരന്റ് ബോഡിയിൽ നിന്നും ബഡ്സ് ഉണ്ടാവുകയും, ബഡ്സ് എന്ന വാക്കിന്റെ അർത്ഥം മുകുളം എന്നുള്ളതാണ്. ചെറിയ മുട്ടുകൾ പോലെ പേരന്റ് ബോഡിയിൽ നിന്നും ബഡ്സ് ഉണ്ടാകുന്നത് ചിത്രത്തിൽ നിന്നും കാണാം. ഓരോ ബഡ്സും ഡെവലപ്പ് ചെയ്ത് പുതിയ ജീവിയായി മാറുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഹൈഡ്ര, ഈസ്റ്റ് പോലുള്ള ജീവികളാണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ ഹൈഡ്രയുടേതാണ്. ടെക്സ്റ്റ് കയ്യിലുള്ളവർ ടെക്സ്റ്റിൽ നോക്കിയാൽ ഈസ്റ്റിൽ നടക്കുന്ന ബഡ്ഡിംഗ് അതിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. സസ്യങ്ങളിൽ മാത്രം നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് രീതിയെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് വെജിറ്റേറ്റീവ് പാർട്സുകളായ ലീവ്സ്, റൂട്ട്സ്, സ്റ്റെം, ബഡ്സ് ഇത്തരം ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന പേര് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളുകൾ പൊട്ടറ്റോ ട്യൂബേഴ്സ്, റണ്ണേഴ്സ്, സക്കർ തുടങ്ങിയവയാണ്. പൊട്ടറ്റോ ട്യൂബേഴ്സ് ആ പടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്നതാണ് കാണിച്ചിരിക്കുന്നത്, ഒരു കൂട്ടമായിട്ടാണ് ഉണ്ടാകുന്നത്. റണ്ണേഴ്സ് എന്ന് പറഞ്ഞാൽ തറയിലൂടെ പടർന്നു പോകുന്ന ചെടികളെയാണ് റണ്ണേഴ്സ് എന്ന് പറയുന്നത്. സക്കർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, നിലവിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ വാഴയാണ് കാണിച്ചിരിക്കുന്നത്. വാഴക്കന്നിനെ നമുക്ക് സക്കർ എന്നതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഇത് ഓരോ വാഴയിൽ നിന്നും പുതിയ വാഴ നമുക്ക് കിട്ടുന്നത് വാഴക്കന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ വാഴ ഉണ്ടാക്കിയെടുക്കുന്നത്. അറിയാലോ, കന്ന് നടുന്നത്. അപ്പോൾ ഇത്തരം സസ്യഭാഗങ്ങൾ, അതായത് ട്യൂബർ,
റണ്ണർ, സക്കർ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ സസ്യഭാഗങ്ങളെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി, ബഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിംഗ് an individual through the buds that develop on the parent body. Example, hydra, yeast. Vegetative propagation is a type of asexual reproduction in plants, occurs through their vegetative parts such as leaves, roots, stem and buds. Example, potato tubers, runners, sucker, etc. These structures are called vegetative propagules. അടുത്തത് പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിന് അതിൻ്റെ പേരുകളാണ്. അതായത് സസ്യഭാഗങ്ങളും അത് ഏത് സസ്യത്തിൻ്റെതാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഇൻ ആൻജിയോസ്പേംസ്. റൈസോം ഓഫ് ജിഞ്ചർ. ജിഞ്ചർ ഇഞ്ചിയാണെന്നറിയാം. നമുക്കറിയാം പുതിയ ഇഞ്ചി ഉണ്ടാകുന്നതിന് ഇഞ്ചി തന്നെയാണ് നമ്മൾ നടുന്നത്, അല്ലെങ്കിൽ ഇഞ്ചി കുഴിച്ച് വെക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസോം, ആ ഇഞ്ചിയുടെ ഭാഗത്തിനെയാണ് റൈസോം എന്ന പേര് സൂചിപ്പിക്കുന്നത്. റൈസോം ഓഫ് ജിഞ്ചർ. ബൾബിൽ ഓഫ് അഗേവെ. അഗാവെ എന്നും അഗേവെ എന്നും പറയുന്നുണ്ട്. പനം കറ്റാഴ എന്നാണ് ഇതിൻ്റെ പേര്. അഗേവയാണ് കൈതച്ചക്കയുടെ, അതായത് നമ്മൾ പൈനാപ്പിൾ എന്ന് പറയുന്ന ആ ചെടിയുടെ ഭാഗം പോലെ തോന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് പുതിയ അഗേവെ കിട്ടുന്നതിന് വേണ്ടി നടുന്ന ഭാഗം. ഈ ഭാഗത്തിനെയാണ് ബൾബിൽ എന്ന പേര് വിളിക്കുന്നത്. ഐസ് ഓഫ് പൊട്ടാറ്റോ. ഉരുളക്കിഴങ്ങ്, അതെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കിയാൽ ചെറിയ ചെറിയ കുഴികൾ പോലെ കുഞ്ഞു കുഞ്ഞു കുഴിഞ്ഞ ഭാഗങ്ങൾ കാണും. ആ കുഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് വെളുത്ത കളറിൽ ചെറിയ മുളച്ചു വരുന്നത് കാണാം. ആ കുഴിഞ്ഞ ഭാഗങ്ങളെയാണ് ഐസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐസ് ഓഫ് പൊട്ടാറ്റോ. ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫിലം. ബ്രയോഫിലം ഇലമുളച്ചി എന്ന് പറയുന്ന ചെടിയാണ്. അതിൽ ആ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും, ഇലയിൽ നിന്നാണ് മുകുളങ്ങൾ പോലെ പുതിയ ചെടി വരുന്നതിന് വേണ്ടിയിട്ട് ബഡ്സ് ഉണ്ടാകുന്നത്. അതാണ് ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫിലം. ഓഫ് സെറ്റ് ഓഫ് വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് ഒരു പായൽ വർഗത്തിൽപ്പെടുന്ന ചെടിയാണ്. അത് നമ്മൾ റണ്ണേഴ്സ് പഠിച്ച പോലെ പടർന്ന് വെള്ളത്തിൽ പടർന്നു പോകുന്ന ഒരു ചെടിയാണ്. അതിനെ ഓഫ് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ബൾബ് ഓഫ് ഒണിയൻ. ഉള്ളിയാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പ് തന്നെ നോക്കിയാൽ കാണാം, ഒരു ബൾബിൻ്റെ ഷേപ്പാണ്. അതിനകത്ത് നിന്നാണ് പുതിയ ഉള്ളിച്ചെടി പിടിച്ചു വരുന്നതായിട്ട് ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടി ഇത് എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. റൈസോം ഓഫ് ജിഞ്ചർ, ബൾബിൽ ഓഫ് അഗേവെ, ഐസ് ഓഫ് പൊട്ടാറ്റോ, ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫിലം, ഓഫ് സെറ്റ് ഓഫ് വാട്ടർ ഹയാസിന്ത്, ബൾബ് ഓഫ് ഒണിയൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പ്രത്യേകം പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അടുത്തതായി പഠിക്കാനുള്ളത് സ്പോർ ഫോർമേഷൻ ആണ്. സ്പോർസ് എന്താണെന്നറിയാം. ചെറിയ ചെറിയ തരികൾ പോലെ കാണപ്പെടുന്നവയാണ് സ്പോറുകൾ എന്ന് വിളിക്കുന്നത്. സ്പോർ ഫോർമേഷൻ നടക്കുന്ന രീതിയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്പോർസ് ഫോം ചെയ്യുന്നത് ചെറിയ സഞ്ചികൾ പോലുള്ള ഭാഗങ്ങളിലാണ്, സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതിന് സ്പൊറാഞ്ചിയം എന്നാണ് പേര് വിളിക്കുന്നത്. സ്പൊറാഞ്ചിയത്തിനകത്ത് ധാരാളം സ്പോർസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ വിശദീകരണം ഒന്ന് നോക്കാം. Spore formation is another means of asexual reproduction during unfavorable condition. അതായത് അനുയോജ്യമല്ലാത്ത കാലാവസ്ഥ. The organism develops sac-like structures called sporangium that contain spores. When the conditions are favorable, അതായത് അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ the sporangium burst opens. burst open ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊട്ടുക, പൊട്ടിത്തെറിക്കുക എന്ന് പറയും. And spores are released that germinate to give rise to new organisms. spores പൊട്ടിത്തെറിച്ച് ചെന്ന് വീഴുന്നു. അത് ചെന്ന് വീഴുന്ന ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ, അതായത് സാധാരണ സ്പോർട്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആൽഗെ, ഫഞ്ചി തുടങ്ങിയവയിലൊക്കെ സ്പോർട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടി, സ്പോർ ഫോർമേഷൻ ഈസ് അനദർ മീൻസ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻസ്. The organism develops sac-like structures called sporangium that contain spores. When the conditions are favorable, the sporangium bursts opens and spores are released that germinate to give rise to new organism. അടുത്തതായി, ഇതുവരെ നമ്മൾ പഠിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും
അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. അതർ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ഫഞ്ചൈ ആൻഡ് സിമ്പിൾ പ്ലാന്റ്സ്, സൂസ്പോർസ്, പെനിസിലിയം, കൊണീഡിയ, സ്പോഞ്ചസ്, ജെമ്യൂൾസ്. ജെമ്യൂൾസ് എന്ന വാക്കിന്റെ അർത്ഥം ഇന്റേണൽ ബഡ്സ് ആണ്. ശരീരത്തിനകത്തുണ്ടാകുന്ന മുകുളങ്ങളെ വിളിക്കുന്ന പേരാണ് ജെമ്യൂൾസ്. ഒന്നുകൂടി, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഫഞ്ചൈ ആൻഡ് സിമ്പിൾ പ്ലാന്റ്സ്, സൂസ്പോർസ്, പെനിസിലിയം. പെനിസിലിയം ഒരു ഫംഗസ് ആണെന്ന് അറിയാം. അതിന്റെ സ്പോറിന്റെ പേരാണ് കൊണീഡിയ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അടുത്തത് സ്പോഞ്ചസ്. സ്പോഞ്ചസിൽ ജെമ്യൂൾസ് അല്ലെങ്കിൽ ഇന്റേണൽ ബഡ്സ്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് പലതരം അസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതികളെ കുറിച്ചാണ്. ഇനി രണ്ട് കാര്യങ്ങളും കൂടി പഠിച്ചു കഴിയുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടുന്നതാണ്. അപ്പൊ അതിൽ നമുക്കിനി നോക്കേണ്ടത് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ്. ആദ്യമായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കാം. മേറ്റ്സ് നോട്ട് റിക്വയർഡ്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, സിംഗിൾ പേരന്റിൽ നിന്നാണ് പുതിയ ജീവി ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്യാമേറ്റ് ഉണ്ടാകാറില്ല, ഫ്യൂഷൻ നടക്കാറില്ല. അപ്പോൾ മേറ്റ്സ്, അതായത് രണ്ട് പേരൻസ് തമ്മിലുള്ള മേറ്റിംഗ് ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മേറ്റ്സ് നോട്ട് റിക്വയർഡ്. ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് റാപ്പിഡ്. അതായത് റീപ്രൊഡക്ഷൻ നടക്കുന്ന രീതി വളരെ വേഗത്തിൽ തന്നെ റീപ്രൊഡക്ഷൻ നടക്കുന്നു, പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. An enormous number of organisms can be produced in a very less time. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ധാരാളം ജീവികൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്നുണ്ട്. പോസിറ്റീവ് ജനറ്റിക് ഇൻഫ്ലുവൻസസ് പാസ് ഓൺ ടു സക്സസീവ് ജനറേഷൻ. അതായത് ജനറ്റിക് ആയിട്ടുള്ള, ജനിതകപരമായിട്ടുള്ള സ്വാധീനങ്ങൾ, അതായത് പേരന്റ് എന്താണോ, പേരന്റിന്റെ എല്ലാ ക്വാളിറ്റികളും തുടർന്ന് വരുന്ന എല്ലാ ജനറേഷനിലും, എല്ലാ തലമുറകളിലും ഉണ്ടായിരിക്കും. അതാണ് പോസിറ്റീവ് ജനറ്റിക് ഇൻഫ്ലുവൻസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ വേരിയസ് എൻവയോൺമെന്റ്. എന്ത് തരത്തിലുള്ള പരിസ്ഥിതി ആയാലും, ഏത് തരത്തിലുള്ള കണ്ടീഷൻ സിറ്റുവേഷൻ ആയാലും ശരി, ഇത് നടക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാറില്ല. അപ്പൊ ഏത് തരത്തിലുള്ള എൻവയോൺമെന്റിലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അപ്പൊ ഒന്നുകൂടി, അഡ്വാൻറ്റേജസ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ: മേറ്റ്സ് നോട്ട് റിക്വയർഡ്. The process of reproduction is rapid. An enormous number of organisms can be produced in a very less time. Positive genetic influences pass on to successive generations. It occurs in various environments. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതുകൂടിയാകുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ആ ചെറിയൊരു ടോപ്പിക്ക് ഇവിടെ തീരുകയാണ്. അപ്പോൾ നോക്കാം. നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അഡ്വാൻറ്റേജസ് കഴിഞ്ഞതിൻ്റെ നേട്ടങ്ങൾ, അതായത് നല്ല കാര്യങ്ങൾ ഇതെന്തൊക്കെയാണെന്നുള്ളത്, ഡിസഡ്വാൻറ്റേജ്, അതിൻ്റെ കോട്ടങ്ങൾ, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഗുണവും ദോഷവും എന്ന് നമുക്ക് പറയാം, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ ദോഷങ്ങൾ: സിൻസ് ഓൺലി വൺ ഓർഗാനിസം ഈസ് ഇൻവോൾവ്ഡ്, ദി ഡൈവേഴ്സിറ്റി എമംഗ് ദി ഓർഗാനിസംസ് ഈസ് ലിമിറ്റഡ്. അതായത് സിംഗിൾ പേരന്റിൽ നിന്നാണ് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പുതിയ കുഞ്ഞ് ആ പേരന്റ് എങ്ങനെയാണോ അതിനോട് എല്ലാ രീതിയിലും സാമ്യത പുലർത്തുന്നവയായിരിക്കും പുതിയതായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പേരന്റിൽ നിന്നും വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതാണ് ഡൈവേഴ്സിറ്റി എന്ന വാക്ക്, വൈവിധ്യം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജീവലോകം എന്ന് പറയുന്നത് വൈവിധ്യം നിറഞ്ഞതാണ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രം നടന്നു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ജീവികൾ ഒരിക്കലും ജീവലോകത്തുണ്ടാവില്ല. അപ്പോൾ ഒന്നുകൂടി, സിൻസ് ഓൺലി വൺ ഓർഗാനിസം ഈസ് ഇൻവോൾവ്ഡ്, ദി ഡൈവേഴ്സിറ്റി എമംഗ് ദി ഓർഗാനിസംസ് ഈസ് ലിമിറ്റഡ്. 2, ദേ ആർ അണേബിൾ ടു അഡാപ്റ്റ് ടു ദി ചേഞ്ചിങ് എൻവയോൺമെന്റ്. മാറിക്കൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റൽ സാഹചര്യങ്ങൾ, പാരിസ്ഥിതിക കണ്ടീഷനുകളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള കഴിവ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്നവയേക്കാൾ, അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ മൂലം ഉണ്ടാകുന്ന ജീവികളെ അപേക്ഷിച്ച് വളരെ കുറവാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ജീവികൾക്ക്. അടുത്തത്, എ സിംഗിൾ ചേഞ്ച് ഇൻ ദി എൻവയോൺമെന്റ് വുഡ് എലിമിനേറ്റ് ദി എൻറ്റയർ സ്പീഷീസ്. എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു കാലാവസ്ഥാ മാറ്റമോ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു കാലാവസ്ഥാ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്
ആ മൊത്തം ജീവികളെയും, ആ തരത്തിലുള്ള മൊത്തം ജീവികളെയും ചിലപ്പോൾ ഇല്ലാതാക്കാൻ വരെ കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി, ഡിസഡ്വാൻറ്റേജസ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. Since only one organism is involved, the diversity among the organisms is limited. They are unable to adapt. Adapt എന്ന വാക്കിന്റെ അർത്ഥം അറിയാം, അനുകൂലനം അല്ലെങ്കിൽ യോജിച്ച് ജീവിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. To the changing environment. A single change in the environment would eliminate ചെയ്യുക, ഇല്ലാതാക്കുക, the entire species.